ഇന്നത്തെ യാത്ര കൊച്ചി ടു ഹൈദരാബാദാണ്. ഞാനും നമ്മുടെ കമ്പനിക്കാരൻ സെജിനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ യാത്രയുടെ ബാക്കി കാഴ്ചകൾ കാണാം. തൃശ്ശൂർ കഴിഞ്ഞിട്ട് പിന്നെ മഴയെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ചെറിയൊരു പൊടിമഴ മാത്രം ജസ്റ്റ് പെയ്ത് പോകുന്നു. ഞങ്ങൾ ബാംഗ്ലൂർ എത്തുമ്പോൾ തന്നെ റൈറ്റ് കട്ട് ചെയ്ത് ഒത്തേനഹള്ളി വഴി പോയപ്പോഴത്തേക്കും ചുറ്റിനും ഇതാണ് നിറച്ചും വെട്ടുവിട്ട പാടങ്ങളിൽ മൊത്തം ഇതുപോലെ ലൈറ്റ്സൊക്കെ ഇട്ടൊരു കൃഷിയാണ്. എന്താണിതെന്ന് ഞങ്ങൾക്കറിയില്ല. ജാസ്മിനാണോ ജമന്തിയാണോ അത് ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണോ എന്താണെന്നറിയില്ല. ഇത് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ചുറ്റിനും ലൈറ്റ് കിടക്കണതാണ്. വിഷ്ണു ഭവനിൽ കയറി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചായ കുടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. രാത്രി മൊത്തം ഡ്രൈവിംഗ് ആയിരുന്നു. ഒരാൾ ഓടിക്കുമ്പോൾ ഒരാൾ റെസ്റ്റ് എടുക്കും, ഒരാൾ അങ്ങനെ മാറി മാറി ഞങ്ങൾ വണ്ടി പിടിച്ച് വണ്ടി നിർത്താതെ ഓട്ടോ ആണ്. ഇപ്പോൾ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റ്സിലും പോകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടുള്ളൂ. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങാതെ. അങ്ങനെ ഒരു സ്ഥലത്ത് ചായ കുടിക്കാനായിട്ട് നിർത്തിയപ്പോഴത്തേക്കുമാണ് ഒരു അത്ഭുതകരമായൊരു കാഴ്ച കണ്ടത്. കിയയുടെ മാനുഫാക്ചറിങ് കമ്പനിയുടെ സ്ഥലം. എൻ്റെ പൊന്നെ, കണ്ണെത്താ ദൂരം വരെ ഇത് കമ്പനി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ്. ഇത് കണ്ടു നോക്കുക, എന്താ കാഴ്ച. ആദ്യമായിട്ടാണ് ഒരു കാർ കമ്പനിയുടെ മാനുഫാക്ചറിങ് കാണുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങ് പകർത്തി വീഡിയോ. എന്താടി മലയുടെ അറ്റം വരെയുണ്ട് സാധനം. നമ്മൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. തെലുങ്കാനയിലെ പെർമിറ്റ് ഡയറക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തെലുങ്കാനയിൽ വന്നിട്ട് പെർമിറ്റ് എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ നല്ല രീതിയിലാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. കാരണം എന്തെങ്കിലും വള്ളികൾ വന്നാലാന്ന് ഓർത്ത് അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം ഒരു വെയിറ്റ് ചെയ്ത ഹോട്ടലിൽ കയറി 4 പൊറോട്ട കഴിച്ചു. സുഖം. കിട്ടിയതും കഴിച്ച് ഇങ്ങനെ പോകുന്നു. എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തണം. 22 കിലോമീറ്റർ കൂടി ഉണ്ട് എത്താനായിട്ട്. ഞങ്ങളിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് നേരത്തോട് നേരം ആകണം. ഇന്നലെ 6:15 ചേരാനല്ലൂരിൽ നിന്ന് എടുത്താണ്. അപ്പോൾ ബാംഗ്ലൂർ ഹൈദരാബാദിന് 22 കിലോമീറ്റർ പുറകെ ഉണ്ട്. അങ്ങനെ ചാമിനാർ എത്തി. പാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. 1 മണിക്കൂർ 200 രൂപയാണ് പാർക്കിങ്ങൊക്കെ അവർ ചോദിക്കുന്നത്. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് 75 രൂപ കൊടുത്ത് ഒതുക്കി വന്നു. എന്തൊരു തിരക്കാണ്, മുട്ടിട്ട് നടക്കാൻ വയ്യ. സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര തിരക്ക്. ചാമിന മാർക്കറ്റിന് വളരെ തുച്ഛമായ വിലക്ക് തുണികൾക്കും പെൺകുട്ടികൾ യൂസ് ചെയ്യുന്ന കമ്മലും മാല എല്ലാത്തിനും ചീപ്പ് റേറ്റ് എന്നാണ് പറഞ്ഞത്. നമ്മളതൊന്നും പർച്ചേസ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ ഓടി വന്നതിൻ്റെ ക്ഷീണത്തിൽ വേഗം കണ്ട് റൂമിൽ ചെന്ന് കിടക്കാൻ നല്ല രീതിയിലാണ് തോന്നുന്നത്. കപ്പട ഷോപ്പ്. തുണിയുടെ മാർക്കറ്റാണ്. ഹോൾസെയിൽ ഷോപ്പുകളെല്ലാം ഫ്രീ ഓഫർ ടുഡേ എന്നും പറഞ്ഞു. ഭയങ്കര വില കുറവാണ് ഇവിടെ തുണികൾക്ക്. സൂപ്പർ. ഈ ഒരു സ്പോട്ടിലാണ് കുട്ടിക്കുടി എന്നുള്ള സോങ് കുറേ ഷൂട്ട് ചെയ്തത്. ആ വൈറ്റ് കാണുന്നത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റാണ്. ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ സാധനം കഴിക്കാൻ പോവുകയാണ്. ഹൈദരാബാദ് വന്നിട്ട് ഹൈദരാബാദിലെ ബിരിയാണി കഴിച്ചില്ലെന്നുള്ള പരാതി ഉണ്ടാകും. ഇവിടുത്തെ ഫേമസ് ഹോട്ടലായ പാരഡൈസ് കിടിലൻ ബിരിയാണിയാണ്. സച്ചിൻ കഴിച്ചിട്ടുണ്ട്.
ഇതാണ് പ്രൈസ് ലിസ്റ്റ്. ഞങ്ങൾ റോയൽ ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈസ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം വന്നു. ഞങ്ങൾ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ദമ്മാണ് ഇടാൻ പോണേന്. ബിരിയാണി രണ്ടും കഴിച്ച് നോക്കിയിൽ എനിക്ക് ഒരു അവറേജ് ഫീലാണ് എനിക്ക് തോന്നിയത്. ചേരാനല്ലൂരിൽ നമ്മുടെ വാസുവിൻ്റെ കടയിലെ ബിരിയാണിയുടെ തട്ട് ഇപ്പോഴും താണ് തന്നെ ഇരിക്കുന്നതാണ്. ഹൈദരാബാദ് ബിരിയാണിയും കഴിച്ച് റൂമിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. അതിനുശേഷം മോർണിംഗ് ഒരു ഒനിയനുത്തപ്പവും കഴിച്ച് സുഹൃത്തിൻ്റെ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഉച്ചയായപ്പോഴത്തേക്കും ഒരു സായ് ബിരിയാണി എന്നും പറഞ്ഞൊരു ഐറ്റം കൊണ്ടുവന്നു. ഇനി നാളെയാണ് ഞങ്ങൾ ഹൈദരാബാദ് രാമോജിറാവ് ഫിലിം സിറ്റി കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.